ആത്മനിർഭരതയാൽ ശക്തിപ്പെടുന്ന ഇന്ത്യൻ പ്രതിരോധം. ഇന്ത്യൻ പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന പല യുദ്ധോപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും വാഹനങ്ങൾ, വിവിധോദ്ദേശ സാമഗ്രികൾ എന്നിവയ്ക്കായി ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. വൻ തുക ചെലവഴിച്ചാണ് പലപ്പോഴും ഇവ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇത് സർക്കാർ ഖജനാവിൽ ഭാരിച്ച ആഘാതമാണ് പലപ്പോഴും വരുത്തിവെച്ചത്. അഴിമതി കുംഭകോണങ്ങളിൽ മുങ്ങിക്കുളിച്ച ഇടപാടുകളും വളരെയേറെ ഉണ്ട്. ബോഫേഴ്സ്, വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി, ശവപ്പെട്ടി കുംഭകോണം എന്നിവ ഇവയിൽ ചിലതാണ്. എന്നാൽ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് മുതൽ ആത്മനിർഭരത അഥവാ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് ശക്തി പകർന്നു. ഒരു വിദേശ രാജ്യവും അവരുടെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ മറ്റൊരു രാജ്യത്തിന് ഉപാധികളില്ലാതെ പരിപൂർണമായി പങ്കുവയ്ക്കുകയോ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ അനുവദിക്കുകയോ ചെയ്യാറില്ല. ഈ പ്രധാന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത സർക്കാർ ആത്മനിർഭർ ഭാരത് എന്ന മുദ്രാവാക്യത്തിലൂന്നി പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിലും ഗവേഷണത്തിനും തദ്ദേശീയ അറിവുകൾ പ്രയോജനപ്പെടുത്താനും വളർത്തിയെടുക്കാനും മുൻകൈയെടുത്തത്. LCA തേജസ് യുദ്ധവിമാനവും അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിജയമാണ്. 1983 ഈ പോർ വിമാനം നിർമ്മിക്കാൻ ഇന്ദിരാഗാന്ധി സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ തേജസ് പോർ വിമാനം ആദ്യമായി പറന്നത് 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്താണ്. LCA യുദ്ധവിമാനത്തിന് തേജസ് എന്ന പേര് നൽകിയത് AB വാജ്പേയിയാണ്. തേജസിനായി രൂപകൽപ്പന നടത്തിയ തദ്ദേശീയ ജെറ്റ് എഞ്ചിന് കാവേരി എന്ന പേര് നൽകിയതും അദ്ദേഹമായിരുന്നു. പതിറ്റാണ്ടുകൾ എടുത്താണ് ഒരു സാങ്കേതിക വിദ്യ വിജയകരമായി ഗവേഷണം നടത്തി രൂപകൽപ്പന നടത്തി ഉപയോഗിക്കാൻ തയ്യാറായി നിർമ്മിച്ചെടുക്കുന്നത്. എന്നാൽ കാവേരി എഞ്ചിനുകളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ വ്യോമസേന ചൂണ്ടിക്കാട്ടുകയും പകരം അമേരിക്കൻ നിർമ്മിത GE-404 ജെറ്റ് എഞ്ചിനുകളാണ് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഘടിപ്പിക്കുന്നത്. എന്നാൽ തദ്ദേശീയ ജെറ്റ് എഞ്ചിനുകളുടെ ഗവേഷണവും ദ്രുതഗതിയിൽ നടക്കുകയാണ്. എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കി തേജസ് യുദ്ധവിമാനങ്ങൾ വായുസേനയുടെ ഭാഗമാകുന്നത് 2016 ഈ കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. സമാനമായ മറ്റൊരു പ്രതിരോധ സാമഗ്രിയാണ് ഭാരതം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇൻസാസ് റൈഫിലുകൾ. 1980കളിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും 1998 ഇൻസാസ് റൈഫിലുകൾ പുറത്തിറങ്ങിയത്. 1999 കാർഗിൽ യുദ്ധത്തിലും ഇൻസാസ് റൈഫിലുകളെ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് ഈ റൈഫിലുകൾക്ക് വളരെയധികം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇന്ത്യൻ സേന ഇത് ഉപയോഗത്തിൽ നിന്നും പിൻവലിക്കാനായി ആലോചിക്കുന്നു. സ്വന്തമായി സാങ്കേതിക വിദ്യ ഗവേഷണം ചെയ്ത് അത് ഉപയോഗത്തിൽ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങളും കുറവല്ല എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഉഗ്രം എന്ന റൈഫിൽ വെറും 100 ദിവസങ്ങൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത് നിർമ്മിക്കാനും നമ്മുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനത്തിന് കഴിഞ്ഞു. ഭാവിയിൽ ഇത് ഇൻസാസ് റൈഫിലുകൾക്ക് ബദലാകും. പ്രതിരോധ ഗവേഷണ വികസനത്തിന് പലപ്പോഴും സ്വകാര്യ പങ്കാളിത്തവും സഹായകരമാകും എന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ പുതിയ സ്വയം സഞ്ചരിക്കാൻ കഴിവുള്ള പീരങ്കിയായ K9 വജ്ര. L&T എന്ന സ്വകാര്യ കമ്പനിയുടെയും ദക്ഷിണ കൊറിയയുടെയും സാങ്കേതിക സഹകരണത്തോടെയുമാണ് ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതും പിന്നീട് 2019 ഇത് സേനയുടെ ഭാഗമായതും. ബോഫേഴ്സ് പീരങ്കികളെക്കാൾ മേന്മയുള്ളതാണ് K9 വജ്ര. ധനുഷ് എന്ന മറ്റൊരു പീരങ്കി കൂടി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു. 2019 ധനുഷ് സേനയുടെ ഭാഗമായത്. കാൽവാരി വിഭാഗത്തിലുള്ള അന്തർവാഹിനികൾക്ക് പകരമായി പ്രോജക്ട് 76 എന്ന പേരിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നിരവധി ഡീസൽ ഇലക്ട്രിക് വിഭാഗത്തിലുള്ള മുങ്ങിക്കപ്പലുകളും ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രകാരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ഗവേഷണ വികസന പദ്ധതിയാണ് INS വിക്രാന്ത് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ. 1999 ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും 2022 വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. സ്വന്തമായി വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഭാരതം. അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും ഈ സാങ്കേതിക വിദ്യയിൽ കഴിവ് തെളിയിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ മറ്റൊരു തദ്ദേശീയ പ്രതിരോധ പദ്ധതിയാണ് 1972 ആരംഭിച്ച് 2004 കരസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ പ്രധാന യുദ്ധ ടാങ്കായ അർജുൻ. പതിറ്റാണ്ടുകളുടെ സമയമെടുത്തെങ്കിലും പദ്ധതി വിജയത്തിന്റെ പുതിയ ചരിത്രം രചിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ നിരവധി മിസൈലുകളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു. പൃഥ്വി, അഗ്നി, ആകാശ്, അസ്ത്ര, നാഗ്,
ധനുഷ്, സൂര്യ, ഗാണ്ടീവ തുടങ്ങിയ നീണ്ട നിര തന്നെ രാജ്യം വികസിപ്പിച്ചെടുത്തു. പിനാക്ക റോക്കറ്റുകൾ, റഡാർ സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി പ്രതിരോധ സാമഗ്രികളും ഇന്ത്യ നിർമ്മിച്ച് സുഹൃത്ത് രാജ്യങ്ങൾക്ക് കയറ്റുമതിയും ചെയ്യുന്നു. കൂടാതെ HAL ധ്രുവ്, രുദ്ര, പ്രചണ്ഡ് തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററുകൾ, സൊറോവർ ലൈറ്റ് ടാങ്ക് എന്നിവ ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ ആത്മനിർഭരതയുടെ വിജയകരമായ അടയാളങ്ങളാണ്. ഒരു ആണവ ശക്തിയായ ഭാരതം 1974-ലും 1998-ലും ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ 6ാമത്തെ ആണവ ശക്തിയായി മാറി. റിസാറ്റ് പോലുള്ള പ്രതിരോധ ഉപഗ്രഹങ്ങളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു. നാവിക് ദിശാനിർണയ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ ഈ സാങ്കേതിക വിദ്യയ്ക്കായി അമേരിക്കയെയും റഷ്യയെയും ആശ്രയിക്കുന്നതിൽ നിന്നും സ്വതന്ത്രമായി. വരും പതിറ്റാണ്ടുകളിൽ ആത്മനിർഭരതയിലൂന്നി നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാൻ ഇന്ത്യയുടെ ഗവേഷകർക്കും പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കും സാധിക്കും.